ഇപ്പോഴത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഏതാനും സമയങ്ങൾക്ക് മുമ്പായിട്ട് ഇവിടെ റെഡ് അലർട്ട് വന്നിരുന്നു വത്തിക്കാനില്. ആ റെഡ് അലർട്ടിൽ ഇപ്രകാരമാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. പതിവനുസരിച്ച് 7 മണിക്കായിരുന്നു വൈകുന്നേരം ഇത് ക്ലോസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരുന്നത്. പക്ഷെ ബസിലിക്ക നേരത്തെ 5 മണിക്ക് ഇത് അടയ്ക്കാം. വൈകിട്ട് 8 മണിക്കായിരിക്കും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അടുത്ത ഘട്ടത്തിലുള്ള മൃതസംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട ഒരു ശുശ്രൂഷ. അതിന്റെ പേര് ക്ലോസിംഗ് സെറമണിയാണ്. അതായത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മൃതശരീരം വെച്ചിരിക്കുന്ന ശവമഞ്ചം അടയ്ക്കുന്ന ഒരു ശുശ്രൂഷയാണ്. അതിനുശേഷം ആർക്കും പിന്നീട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മുഖം കാണുവാൻ സാധിക്കുകയില്ല. ഒരു വെള്ള തൂവാല ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മുഖത്ത് വെച്ച് ശുദ്ധജലം തളിച്ച് പ്രാർത്ഥനാപൂർവം ശവമഞ്ചം മൃതദേഹം വെച്ചിരിക്കുന്ന മഞ്ചം അടയ്ക്കുന്ന ഒരു ശുശ്രൂഷയാണ് നടക്കാൻ പോവുക. നമ്മൾക്ക് ബസിലിക്കയിൽ കയറി ഫ്രാൻസിസ്ക്ക് വേണ്ടി ആദരാഞ്ജലികൾ അർപ്പിക്കാൻ അവസരമുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന ക്രമാതീതമായ ജനത്തിരക്ക് കൊണ്ട് അവർക്ക് അവിടെ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യത. പെട്ടെന്ന് സൈറൺ മുഴങ്ങുകയും മൊബൈലുകളിലേക്ക് റെഡ് അലർട്ട് വരികയും ചെയ്തു. അതായത് 5 മണിക്ക് പ്യാസ ക്ലോസ് ചെയ്യും. അതിനുശേഷം അവിടേക്ക് പോകാൻ പറ്റില്ല. സംബന്ധിച്ചോളം വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ്. കാരണം 7 മണി വരെ അവർക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്ന അനുസരിച്ചും ക്യൂ ഒരുപാടുണ്ട്. എങ്ങനെയാണ് അച്ഛാ ഇപ്പോൾ നിൽക്കുന്ന ക്യൂവിന്റെ അവസ്ഥ? ക്യൂ നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടതുപോലെ തന്നെ തുടരുകയാണ്. ഏകദേശം 1.25 ലക്ഷത്തിന്റെ അടുത്ത് വരെ ആൾക്കാർ ഇതുവരെ ഇവിടെ മാർപ്പാപ്പയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു സുപ്രധാനമായിട്ട് ആഗ്രഹിക്കുന്നത് നാളെ സംസ്ഥാന ചടങ്ങുകൾ സെന്റ് പ്യാറ്റ്സ വത്തിക്കാൻ ബസിലിക്കയുടെ പ്യാറ്റ്സയിൽ നടക്കുമ്പോ അതിൽ നമുക്കറിയാം വത്തിക്കാന്റെ പ്യാറ്റ്സ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നത് 80,000 പേർക്ക് മാത്രമേ അവിടെ ഇരിക്കുവാനുള്ള മൊത്തത്തിൽ നിൽക്കുവാനുള്ള സൗകര്യങ്ങളുള്ളൂ. പക്ഷേ 1 ലക്ഷത്തിലധികം ആൾക്കാരെയാണ് ഔദ്യോഗികമായ ഒരു വാർത്ത ലഭിച്ചതനുസരിച്ച് വത്തിക്കാൻ പ്രതീക്ഷിക്കുന്നത്, 2 ലക്ഷത്തി ആൾക്കാരെ. അപ്പൊ അതുകൊണ്ട് അത്രയും മറ്റു സ്ഥലങ്ങളിൽ കൊണ്ട് സ്ക്രീനിലൂടെ ഈ മൃതസംസ്കാര ചടങ്ങിൽ മാർപ്പാപ്പയുടെ ഭൗതിക